സൂപ്പർ കപ്പിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പരാജയം. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് 1-നെതിരെ 4 ഗോളുകളുടെ വലിയ പരാജയമാണ് വഴങ്ങേണ്ടി വന്നത്. ശക്തമായ ടീമിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയെങ്കിലും ഇന്ന് ടീമിൽ നിന്ന് ശക്തമായ പോരാട്ടം കാണാനായില്ല. തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പതിവ് താളം കണ്ടെത്താനാവാതെ വിഷമിക്കുന്നതാണ് കണ്ടത്. 2-ാം മിനിറ്റിൽ തന്നെ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലീഡെടുത്തു. യുവതാരം പാർത്ഥിവ് ഗൊഗോയാണ് നോർത്ത് ഈസ്റ്റിന് ലീഡ് നൽകിയത്. ഈ ലീഡ് അവർ ആദ്യ പകുതിയുടെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. 2-ാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അത് കളി മെച്ചപ്പെടുത്തിയില്ല. പിന്നീട് നോർത്ത് ഈസ്റ്റിന്റെ ആധിപത്യമാണ് കാണാനായത്. 68-ാം മിനിറ്റിൽ മുഹമ്മദ് അലി ബമാമർ ഒരു ഫ്രീ കിക്കിലൂടെ നോർത്ത് ഈസ്റ്റിന്റെ ലീഡ് ഇരട്ടിയാക്കി. പിന്നാലെ ഒരു ഗോൾ നേടി ദിമിത്രോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകിയെങ്കിലും അത് നീണ്ടുനിന്നില്ല. 75-ാം മിനിറ്റിൽ റദീൻ തലാങ്ങും 80-ാം മിനിറ്റിൽ മലയാളി താരം ജിതിൻ എംഎസും ഗോൾ നേടിയതോടെ നോർത്ത് ഈസ്റ്റിന്റെ വിജയം പൂർത്തിയായി. നോർത്ത് ഈസ്റ്റ് 6 പോയിന്റുമായി ഗ്രൂപ്പിൽ 2-ാമത് ഫിനിഷ് ചെയ്തു. 2 മത്സരം തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് 3-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു.